എത്ര വേഗത്തിലാണ് ആളുകൾ മരിച്ചു വീഴുന്നത്. എൻ്റെ വീടിൻ്റെ, ഞങ്ങളുടെ പ്രസിഡന്റ്, ഞങ്ങളുടെ സെക്രട്ടറി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കപ്പുറം മരിച്ചു വീണു. ആരോഗ്യദൃഢഗാത്രനായിരുന്നു. അദ്ദേഹം ഷട്ടിൽ ബാറ്റ് ടൂർണമെന്റിൽ പങ്കെടുത്ത് കസേലയിൽ ഇരിക്കവേ ഇന്നും അത് CCTVയിൽ പകർത്തിയ വീഡിയോ ഇന്നും എൻ്റെ കൈകളിലുണ്ട്. 35 കൊല്ലം എന്നോടൊപ്പം സെക്രട്ടറി സ്ഥാനം വഹിച്ച സിദ്ദീഖ മരിച്ചു വീണു, ബഷീറും മരിച്ചു വീണു, ഷാജിയുടെ ഭാര്യയും അതുപോലെ ഒരു ദിവസം കൊണ്ട് മരിച്ചു വീണു. ഇന്ന് മജീദ് കായും അതേ അങ്ങ് ICUലാണ്, വെന്റിലേറ്ററിലാണ്. എന്തു പറയുമെന്നറിയില്ല. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബി അയ്യി അർളിൻ തമൂത്. നാളെ എന്ത് സംഭവിക്കുമെന്ന്, എവിടെ വെച്ച് മരിക്കുമെന്ന് നിങ്ങൾക്കൊരാൾക്ക് പ്രവചിക്കാൻ കഴിയില്ല. 2 വീലറിൽ കയറി ഉമ്മ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയ മകനെ കുറിച്ച് വാർത്ത കേൾക്കുകയാണ്. ടിപ്പർ ലോറിക്കടിയിൽ മരിച്ചുപോയി. ഞാൻ അങ്ങനെ കേട്ടൊരാളാണ്. എൻ്റെ ഭാര്യയുടെ ആങ്ങള വയനാട്ടിലേക്ക് 2 വീലർ എടുത്തുപോയി മരിച്ച വാർത്ത. അതുപോലെ 23 വയസ്സുള്ള എൻ്റെ അളിയൻകുട്ടി മരിച്ചത് 2 കാതുകളെ കൊണ്ട് കേൾക്കുകയും കൽബകത്ത് ഉൾക്കൊള്ളുകയും നെഞ്ചകം പിളരുകയും കണ്ണുനീർ ചാലിട്ടൊഴുകയും ചെയ്തത് ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബി അയ്യി അർളിൻ തമൂത്. ഏത് ഭൂമിയിൽ വെച്ച് മരിക്കും, എവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ ആർക്കും അറിയില്ല. ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ അവസാന വചനം 34-ാമത്തെ വചനമാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. 56-ാം അധ്യായം 60-ാമത്തെ വചനമാണ്. അല്ലാഹ് നിങ്ങൾക്കിടയിൽ മരണം വിധിച്ചു. ആ മരണത്തെ മറികടക്കാൻ ഒരു യുക്തിവാദിക്കും സാധ്യമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് ദാർശനികനും സാധ്യമല്ല, ഒരു സയൻസ് പണ്ഡിതനും സാധ്യമല്ല. ആകാശത്തേക്ക് ഊളിയിടുന്നവനും ആഴിയിൽ ഊളിയിടുന്നവനും ആർക്കും അതിൽ രക്ഷയില്ല. തീർച്ചയായും മരണത്തിന് നിങ്ങൾ വിധേയമാകും എന്ന് ഖുർആൻ തീർത്തു പറയുകയാണ്. തീർന്നില്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് 29-ാം അധ്യായം 57, 3-ാം അധ്യായം 185. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹസിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. സൂറത്ത് ആൽ ഇംറാനിലെ 185-ാമത്തെ വചനമാണ്.